ശ്രീമന്നാരായണീയം ദശകം 20 ശ്ലോകം 4-5. ത്വയി ത്രിലോകീഭൃതി രാജ്യഭാരം നിധായ നാഭിഃ സഹ മേരുദേവ്യാ തപോവനം പ്രാപ്യ ഭവന്നിഷേവി ഗതഃ കിലാനന്ദപദം പദം തേ ഇന്ദ്രസ്ത്വദുത്കർഷകൃതാദമർഷാത് പവർഷനാസ്മിന്നജനാഭവർഷേ യദാ തദാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേനദ്വ്യദധാസു വർഷം. ത്വയി ത്രിലോകീഭൃതി രാജ്യഭാരം നിധായ നാഭിഃ സഹ മേരുദേവ്യാ തപോവനം പ്രാപ്യ ഭവന്നിഷേവി ഗതഃ കിലഃ പ്ലസ് ആനന്ദപദം കിലാനന്ദപദം പദം തേ ഇന്ദ്രഃ ത്വത് ഉത്കർഷകൃതാം അമർഷാത് ഇന്ദ്രസ്ത്വദുത്കർഷകൃതാം അമർഷാത് വവർഷ ന അസ്മിൻ അജനാഭവർഷേ നാസ്മിന്നജനാഭവർഷേ ഇന്ദ്രസ്ത്വദുത്കർഷകൃതാമർഷാദു വവർഷ നാസ്മിന്നജനാഭവർഷേ യദാ തദാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷം യേനത് വ്യദധാഃ സുവർഷം. ഹരേ കൃഷ്ണ. ഋഷഭ ദേവൻ നാഭിക്കും മേരുദേവിക്കും പുത്രനാ അവതാരം പണിനാൻ அப்படின்னு போன ஸ்லோகத்துல சொன்னோம். ഇനി ഭഗവാനെ പുത്രനാ വന്നിട്ടും അന്ത വീട്ടിലേ ഇരിക്കറതില്ല. അവളോട് സമയമായാച്ചാന രാജ്യഭാരം കുഴന്തകളുടെ ഏൽപ്പിച്ച് അവ കാട്ടുക്ക് പോറാം. അതായത് നമ്മോട് കർത്തവ്യങ്ങളെല്ലാം എപ്പോൾ തീരതോ അത് കഴിഞ്ഞാച്ചാൽ നമ്മോട് ആത്തില് നമ്മളൊരു അതിഥിയെ പോലെ ഇരിക്കണം എന്നൊക്കെ ചൊല്ലുക. അതല്ലാട്ടാൽ എന്നാകും നമ്മോട് അംഗീകരിക്കപ്പെട്ട വില പോകും. ഇങ്ങ നാഭിഹി ത്രിലോകീഭൃതി ത്വയി നാഭിരാജാ വന്ന് 3 ലോകങ്ങളെയും ത്രിലോകി പാതാളം ഭൂമി സ്വർഗം 3 ലോകത്തുക്കും അധിപനാന ത്വയി ഭഗവാന്റെ രാജ്യഭാരം നിധായ അന്ത സിംഹാസനവും രാജ്യവും എല്ലാം കൊടുത്ത് മേരുദേവ്യാ സഹ തന്നോട് പത്നിയായ മേരുദേവിയെയും കൂട്ടിന്ത് തപോവനം പ്രാപ്യ തപോവനത്തുക്ക് പോയി ഭവന്നിഷേവി ആനന്ദപദം തേ പദം ഗതഃ കില ഭഗവാന് നന്ന സേവ പണിയത്. അതിന് ബാക്കി ചിന്തകളൊന്നും ഇല്ലാക്കി അത് ഭഗവത് സ്മരണ മാത്രമായിരുന്നത് പരമാനന്ദ പദമാണ് ഭഗവാനോട് പദത്തെയെ പ്രാപിച്ച அப்படின்னு சொல்றாங்க. ഇനി എന്താ ഋഷഭൻ എപ്പിടി രാജ്യം ഭരിച്ചാർന്ന ഭഗവാനല്ലോ ഭഗവാനക്ക് കേൾക്കണമാ. അത പാത്തിട്ട് ഇന്ദ്രനക്ക് കൂടി അസൂയ വന്നു കൊടുത്ത അതാക്കും അടുത്തത് ചൊല്ലാം. യഥാ ഇന്ദ്രഃ ത്വദുത്കർഷകൃതാത് അമർഷാത് ഭഗവാൻ ரொம்ப அழகா ഋഷഭദേവൻ ரொம்ப அழகா அந்த ഭൂമിയെ ഭരിக்கிறத பார்த்து ഇന്ദ്രനക്ക് കൂടി കൊഞ്ചം സ്പർദ്ധ വന്നതാണ്. കാരണം ആരും ഇന്ദ്രലോകം വേണം സ്വർഗം വേണം എന്നൊന്നും ആരും നനയ്ക്കാറില്ല. ഭൂമിയിലെല്ലാരും എന്താ നനയ്ക്കാറാകുന്ന ഋഷഭദേവനോട് രാജ്യത്തിൽ ഇരുന്നാ പോരും അപ്പടിയൊക്കെ ഇരിക്കും. അസ്മിൻ അജനാഭവർഷേ നവവർഷ അജനാഭവർഷത്തിലപ്പോ കൊഞ്ചം അസൂയ തോന്നിയിട്ട് ഇന്ദ്രൻ ചെയ്ത് ശരി മഴ പെയ്യാത്താനെ എല്ലാം ரொம்ப ചെഴിപ്പായിരിക്കും.
മഴ പെയ്താൽ സസ്യങ്ങളുണ്ടാകും, സസ്യങ്ങളിൽ ഉണ്ടാകാൻ ജന്തുക്കളുണ്ടാകും, സസ്യങ്ങളിൽ ഉണ്ടാകാൻ ധാന്യങ്ങൾ വരും, ചാപ്പാട് വരും, എല്ലാ ജീവികൾക്കും ഇരിക്കാൻ കഴിയും. എന്നാൽ ശരി, മഴ പെയ്യണ്ടാവില്ല തീരുമാനിച്ച തഥാത്വം ഏനത് സ്വവർഷം സ്വയോഗശക്തിയാ സുവർഷം വ്യദധാഹ. അപ്പൊ എന്താ, ഋഷഭദേവൻ ഭഗവാൻ താൻ അവർക്ക് യോഗസിദ്ധിയുണ്ട്. യോഗസിദ്ധി എന്നാല് എന്താ, അജനാഭങ്കര തന്നോട് ഭൂഖണ്ഡം, അന്നത്തെ അജനാഭമാക്കും ഇന്നേക്ക് ഭാരതം ആഹൃത്. ഇനിയിപ്പോൾ അതടുത്ത ശ്ലോകത്തില് പാർக்கலாம். മുതല്ല ഭാരതത്തോട് പേരായിരുന്നു അജനാഭം. എന്താ, ഋഷഭ യോഗീശ്വരനോട് പുത്രനാന ഭരതൻ ഭരിച്ചതിനാല് ഭാരതങ്കര പേര് വന്നത് ചൊല്ലുക. ഇന്നൊരു രീതിയിൽ ചൊല്ലപ്പെട്ടത് ദുഷ്യന്തൻ ശകുന്തള അവളോട് പുത്രനാന ഭരതൻ ഭരിച്ചതിനാല് ഭാരതങ്കര പേര് വന്നത് അപ്പടിയും ചൊല്ലുക. ഭാഗവതത്തില് ഋഷഭപുത്രനാന ഭരതൻ ഭരിച്ചതിനാല് ഭാരതങ്കര പേര് ചൊല്ലരുത്. അപ്പൊ എന്താ, ഭഗവാൻ എന്നെ പെണ്ണരാം തഥാത്വം ഏനത് സ്വവർഷം തന്നോട് എന്താ ഭൂഖണ്ഡത്തില് സ്വയോഗശക്തിയാ തന്നോട് യോഗശക്തിനാല് സുവർഷം യഥാഹ നിറയെ മഴ തന്നെ എപ്പടി ആവശ്യത്തിക്ക്. നമ്മൾക്കിപ്പോ ഒന്നില്ലാട്ട അനാവൃഷ്ടി ഇല്ലാട്ട അതിവൃഷ്ടിയൊക്കെ മാറും. ന്യൂനമർദ്ദം എന്തെന്ന് ചോദിച്ചാൽ സൈക്ലോണില് അപ്പടി ഒരു മഴ പെയ്യറില്ല. അപ്പടി മഴ ഒരേടിയ പെയ്യർത്തന്നാകും, അങ്ങ് ഫ്ലഡ് വരും, ഇരിക്കുന്ന കൃഷിയെല്ലാം നാശമോ പോയിടും. അനാ മഴയില്ലായിരുന്നാലോ കൃഷി വരാതെ, രണ്ടു വന്നാലും കഷ്ടം. എങ്കിൽ ഇവരോട് യോഗഫലത്തില് അതാത് സമയത്തില് വേണ്ട പോലെ മഴ പെയ്തത് അപ്പടിന്നാലും ചൊല്ലുക. ഇനി എന്താ, ഭരതനോട് കഥയും എല്ലാം അടുത്ത ശ്ലോകങ്ങളിലെ പാക്കാം. ഹരേ കൃഷ്ണ.